പോകുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ കണ്ടു വിഷൻ ബോർഡ് ഉണ്ടാക്കാന്നുള്ള ഡിസിഷനൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ എന്തിനാണ് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഇത് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന ജീവിക്കുന്ന കുറച്ച് ആളുകൾക്കും സീരിയസ് ആയിട്ടും ഇതൊരു അവേ കോളാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണരുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിന്ന് ഒന്നുണരാനുള്ളൊരു അവസരം കൂടിയായിട്ട് ഇതിനെ കാണുക. അപ്പോൾ ഞാൻ എന്താണ് വിഷൻ ബോർഡെന്നും എന്തിനാണ് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം. റിയലി നമ്മളൊരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് വിഷൻ ബോർഡ്സ് തയ്യാറാക്കാം. അല്ലെങ്കിൽ നാളെ എന്ന് വെക്കാതെ ഇന്ന് നമ്മളൊരു ചേഞ്ച് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുവാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബേസ്ഡ് ഓൺ ന്യൂറോ സയൻസ് ഒരുപാട് തിയറീസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് എവിഡൻസസും നമുക്ക് കാണാൻ സാധിക്കും. ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ പ്രീവിയസ് ലൈഫിൽ എനിക്കുണ്ടായ ചില ഇൻസിഡൻസ് ഞാനൊന്ന് പരിശോധിച്ചു. ഞാൻ എക്സാക്ട്ലി വിഷൻ ബോർഡായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത ചില തോട്ട്സ് പ്രോസസ്സാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ എന്നെ എത്തിച്ചത്. ഒരുപാട് വലിയ നിലയിലൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും എവിടേക്കോ എത്തി, എന്തൊക്കെയോ ചെയ്തു എന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നതും ഇത് തന്നെയാണ്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ യൂട്യൂബില് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ നിരന്തരം അധ്വാനിച്ചാൽ ഓഫ് കോഴ്സ് ദ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യും. അതിനുവേണ്ടി ഒരു മോണിറ്ററിംഗ് സിസ്റ്റം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് അനാലിസിസ് ചെയ്യാനും സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നിരിക്കട്ടെ. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രൈവറ്റ് കമ്പനീസിൽ ഇയർലി ആനുവൽ പ്രസന്റേഷൻസ് ഉണ്ടാവും. അവരുടെ ഗ്രോത്ത്, GDPs, അവരുടെ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാനൊരു നഴ്സ് ആയതുകൊണ്ടും ഇപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടും അതിന്റെ ബേസിസിൽ ഞാൻ പറയാം, ഞങ്ങൾ KPIs ഡെവലപ്പ് ചെയ്യും. അപ്പൊ KPIs ഡെവലപ്പ് ചെയ്തിട്ട് ഈച്ച് ഇയർ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. യെസ്, പക്ഷെ പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആണോ? നിങ്ങളുടെ സെൽഫിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആണോ? അതിനെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഇനി എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് ഇയറിലെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇതിനെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വരുന്ന കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാം.